റിലീസിംഗ് ഓർഡർ കയ്യിൽ കിട്ടിയോ? എങ്ങനെയാണ്? ഇല്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കോടതിയിൽ നേരിട്ട് എത്തിക്കണം അല്ലെ? ക്ഷമിക്കണം, ജയിലിൽ നേരിട്ട് എത്തിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഇലക്ട്രോണിക്കലി അത് ട്രാൻസ്ഫർ ചെയ്താൽ അതിനുള്ള ഒരു ചട്ടം ഉണ്ടോന്ന് അറിയില്ല. അത് നമ്മള് റിലീസ് ഓർഡർ കോപ്പി കിട്ടി ഇവിടെ നിന്ന് പോയി 7 മണിക്കുമ്പോൾ എത്തിക്കണം. അപ്പൊ അതിനുള്ളൊരു അവിടെ എത്തുന്ന സാധ്യത റോഡ് മാർഗം പ്രയാസമാണ് നമ്മൾ കാണുന്നത്. എന്നാലും അതുമായിട്ട് പോകും. പിന്നെ അവിടെ അവർ വല്ല രീതിയിലും ഒരു പരിഗണന തരികയാണെങ്കിൽ രാത്രി തന്നെ റിലീസ് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും. ഇലക്ട്രോണിക് ഇമെയിൽ വഴി എത്തിക്കാനുള്ള സാധ്യത നോക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വ്യക്തത കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിനു ശേഷം ജയിൽ അധികൃതരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അത് ഈ നിമിഷത്തിൽ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം അതാണ്. അതായത് റിലീസിംഗ് ഓർഡർ ഇതുവരെയ്ക്കും അതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ല. അത് പകർപ്പ് ലഭിച്ചതിന് ശേഷമാണ് ജയിലിൽ എത്തിക്കേണ്ടത്. ജയിലിൽ നേരിട്ട് ഇനി എത്തിക്കാനുള്ള സമയം വളരെ പരിമിതമാണ്. കാരണം 7 മണിക്ക് മുമ്പ് എത്തിക്കണമെങ്കിൽ തവനൂരിന് ഇപ്പോൾ റോഡ് മാർഗം എത്തിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് എത്തിച്ചാൽ മാത്രമേ അദ്ദേഹം പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങില്ല, നാളെ ആയിരിക്കും ആടി വരും. അതേസമയം ഈ റിലീസിംഗ് ഓർഡർ കിട്ടിയതിന് ശേഷം അത് ഫാക്സായോ ഇമെയിലായോ അയച്ചാൽ മതിയെന്ന കാര്യം ജയിൽ അധികൃതരുമായി സംസാരിക്കും. അവരത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇറക്കാൻ കഴിയും. ഇനി ഇല്ല എങ്കിൽ കുറച്ച് വൈകിയാൽ പോലും ഒരു പരിഗണന MLA നിലയിൽ കൂടെ ഒരു പരിഗണന ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കും. നല്ല സാധ്യത വിരളമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ജാമ്യം ലഭിച്ചു, ജാമ്യത്തിന്റെ റിലീസ് ഓർഡർ അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിനു ശേഷം ഇലക്ട്രോണിക് വഴി നേരിട്ട് എത്തിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ അതായത് 2-3 വ്യവസ്ഥകളിലൂടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഒന്ന്, അവിടെ നഷ്ടമുണ്ടാക്കിയെന്ന് പറയുന്ന 35,000 രൂപ അത് ഇപ്പോൾ കെട്ടിവെക്കണം. രണ്ടാമത്തെ കാര്യം, ഇടപെട്ട എല്ലാ ബുധനാഴ്ചകളിലും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. അന്വേഷണ സംഘം എപ്പോഴൊക്കെയാണോ ഹാജരാകാൻ പറയുന്നത് അപ്പോഴൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അതോടൊപ്പം തന്നെ രണ്ടാൾ ജാമ്യം, ഈ 4 വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. അവർ 35,000 രൂപ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി റിലീസിംഗ് ഓർഡർ അത് ടൈപ്പ് ചെയ്ത് അത് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് തവനൂർ നമുക്കറിയാം ഇവിടെ നിന്ന് 2 മണിക്കൂറോളം ഡിസ്റ്റൻസ് ഉണ്ട്. റോഡ് മാർഗം വൈകിട്ടാകുമ്പോൾ അത്രയും തിരക്കുകൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 7 മണിക്ക് മുമ്പ് അവിടെ നേരിട്ട് എത്തിക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫാക്സ് വഴിയോ എത്തിച്ചാൽ മതിയോ അത് സ്വീകരിക്കുമെന്ന കാര്യം അത് റിലീസിംഗ് ഓർഡർ കിട്ടിയതിനു ശേഷം മാത്രമേ ജയിലധികൃതരുമായി സംസാരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പി വേണുഗോപാൽ നാളെ രാവിലെ ജയിലിന്റെ സമയം, ജയിൽ ഓഫീസ് സമയം തുടങ്ങുന്ന മുറയ്ക്ക് മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് വ്യവസ്ഥ. അതായത് ജാമ്യം കിട്ടിയെങ്കിൽ പോലും പി വേണുഗോപാൽ ഇന്ന് പുറത്തിറങ്ങുന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടെന്നതാണ് ഏറ്റവും നമുക്ക് പുതുതായി നൽകാൻ കഴിയുന്ന, കോടതിയിൽ നൽകാൻ കഴിയുന്ന വിവരം.